നമസ്കാരം. ഇന്ത്യയിലെ സ്കൂട്ടർ വിപണിയിൽ ഹോണ്ടയെ അതികായകന്മാരാക്കിയ മോഡലുകളാണ് ആക്ടിവയും ഡിയോയും. ആദ്യത്തെ താരം സെഗ്മെന്റിനെ നെറുകയിലെത്തിയപ്പോൾ ഡിയോ ഉണ്ടാക്കിയെടുത്ത ഓളം അതൊന്ന് വേറെ ലെവലായിരുന്നു. ഫാമിലി ഉപയോക്താക്കൾക്കാണ് ആക്ടിവയിലേക്ക് എത്തിയതെങ്കിൽ ഡിയോയെ സ്വന്തമാക്കാൻ വന്നവർ യുവാക്കളും കൗമാരക്കാരുമായിരുന്നു. ശരിക്കും സ്പോർട്ടി സ്കൂട്ടർ എന്ന വിശേഷണം നേടിയ ഇന്ത്യയിലെ ആദ്യ മോഡലാണ് ഹോണ്ട ഡിയോ. ജനപ്രിയ ജാപ്പനീസ് ഇരുചക്രവാഹന ബ്രാൻഡായ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ പുതിയ 2025 ഡിയോ 125 ഇന്ത്യയിൽ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിന്റെ പ്രാരംഭ എക്സ്ഷോറൂം വില വരുന്നത് 96,749 രൂപയാണ്. യുവാക്കളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സ്കൂട്ടർ നവീകരിച്ചിരിക്കുന്നത്. അതിശയിപ്പിക്കുന്ന രൂപകൽപ്പന, നവീകരിച്ച സവിശേഷതകൾ, മെച്ചപ്പെട്ട കാര്യക്ഷമത എന്നിവയോടെയാണ് പുതുക്കിയ ഡിയോ മോഡൽ, അതായത് ഡിയോ 125 വരുന്നത്. ഇത് ഒരു സ്പോർട്ടിയും സ്റ്റൈലിഷുമായ മോട്ടോർ സൈക്കിൾ എന്ന നിലയിൽ ആകർഷകമാക്കുന്നതാണ്. പുതിയ ഗ്രാഫിക്സും കളർ ഓപ്ഷനുകളും ഉപയോഗിച്ച് പുതുക്കുന്നതിനൊപ്പം ഡിയോയുടെ ജനപ്രിയ ഡിസൈൻ സിലൗട്ട് ഹോണ്ട നിലനിർത്തിയിട്ടുമുണ്ട്. DLX, H Smart എന്നീ രണ്ട് വേരിയന്റുകളിൽ നിങ്ങൾക്ക് ഈ സ്കൂട്ടർ വാങ്ങിക്കാനാകും. DLXന് 96,749 രൂപ എക്സ്ഷോറൂം വിലയും H Smartന് 1,02,144 രൂപയുമാണ് വില വരുന്നത്. പുതിയ ഡിയോ 125 ഇപ്പോൾ OBD2B അനുസൃതമാണ്. 6.11 കിലോവാട്ട് പവറും 10.5 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 123.92 cc സിംഗിൾ സിലിണ്ടർ PGM-FI എഞ്ചിനാണ് ഇതിന് കരുത്ത് പകരുന്നത്. മികച്ച ഇന്ധനക്ഷമതയ്ക്കായി ഐഡ്ലിംഗ് സ്റ്റോപ്പ് സിസ്റ്റവും ഇതിലുണ്ട്. മാറ്റ് മാർവൽ ബ്ലൂ മെറ്റാലിക്, പേൾ ഡീപ് ഗ്രൗണ്ട് ഗ്രേ, പേൾ സ്പോർട്സ് യെല്ലോ, പേൾ ഇഗ്നിയസ് ബ്ലാക്ക്, ഇംപീരിയർ റെഡ് എന്നീ കളർ ഓപ്ഷനുകളിൽ ഈ സ്കൂട്ടർ വാങ്ങിക്കാനാകും. ഇതിന്റെ സവിശേഷതകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു പുതിയ 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ ഉൾപ്പെടുന്നുണ്ട്. ഇത് മൈലേജ്, ട്രിപ്പ് മീറ്റർ, ശ്രേണി, ഇക്കോ സൂചകങ്ങൾ തുടങ്ങിയവ തത്സമയ ഡാറ്റ കാണിക്കുന്നുണ്ട്. കോൾ അല്ലെങ്കിൽ മെസ്സേജ് അലേർട്ടുകളും നാവിഗേഷനും പ്രാപ്തമാക്കുന്ന ഹോണ്ട റോഡ് സിങ്ക് ആപ്പുമായും പുതിയ മോഡൽ എത്തുന്നുണ്ട്. സ്മാർട്ട് കീ, USB Type-C ചാർജർ, എഞ്ചിൻ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് സിസ്റ്റം തുടങ്ങിയ സവിശേഷതകളും ഇതിലുണ്ട്. 21 വർഷത്തിലേറെയായി ഇന്ത്യൻ വിപണിയിൽ ശൈലി, പ്രകടനം, വിശ്വാസ്യത എന്നിവയുടെ പ്രതീകമായി ഡിയോ ഒരു ഐക്കണിക് പേരാണെന്ന് ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറും പ്രസിഡന്റും സിഇഒയുമായ സുസുമു ഒട്ടാനി പറയുന്നുണ്ട്. ട്രെൻഡി, വിശ്വസനീയമായ മോട്ടോർ സ്കൂട്ടർ തിരയുന്ന ഉപയോക്താക്കളുടെ എപ്പോഴും ആദ്യ ചോയ്സ് ആണിത് എന്നും പുതിയ OBD2B ഡിയോ 125 പുറത്തിറക്കിയതോടെ മോട്ടോർ സ്കൂട്ടറിന്റെ കാതലായ ആശയം നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ ഉപയോക്താക്കൾക്ക് അധിക മൂല്യവും ആവേശവും നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഫ്രീക്വന്റ് സ്പോർട്ടി സ്കൂട്ടറുകൾ വിപണിയിൽ എത്തിയതോടെ ഡിയോയുടെ പ്രതാപം അല്പമൊന്ന് ഇടിഞ്ഞിരുന്നു, പ്രത്യേകിച്ച് 125cc സെഗ്മെന്റിന്റെ വളർച്ചയോടെ. പണ്ട് ഡിയോയ്ക്കുണ്ടായിരുന്ന ഡിമാൻഡ് ഇന്ന് TVS എൻടോർക്കിനായിരുന്നു സ്വന്തം. എന്നാൽ പഴയ പ്രതാപം തിരികെ പിടിക്കാനായാണ് ഡിയോയുടെ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത്.